സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂല് തന്റെ ജീവിത കാലഘട്ടത്തിൽ ആരോടൊക്കെ സഹായം നേടിയിട്ടുണ്ട്? മുസ്ലിങ്ങളോട് നേടിയിട്ടുണ്ട്, അമുസ്ലിങ്ങളോട് നേടിയിട്ടുണ്ട്, അല്ലേ? ഹിജ്റ പോകുമ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോ അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹായം റസൂൽ തേടിയിട്ടുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സഹായം നേടിയിട്ടുണ്ട്, അല്ലേ? അങ്ങോട്ട് വഴി കാണിക്കാനോ സഹായം ചോദിച്ചത് ആരോടാ? അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്ത് എന്ന് പറയുന്ന അമുസ്ലിമായ മനുഷ്യന്റെ സഹായമാണ് ചോദിച്ചത്. അപ്പൊ മുസ്ലിമിനോട് ചോദിച്ചു, അമുസ്ലിമിനോട് ചോദിച്ചു. എന്നാൽ ഏതെങ്കിലും ഒരു മുസ്ലിമോ അമുസ്ലിമോ മരണപ്പെട്ടു പോയ ഒരു മുസ്ലിമിനോടോ അമുസ്ലിമിനോടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹായം ചോദിച്ചില്ല. അപ്പൊ അമുസ്ലിങ്ങളോട് പറ്റൂല എന്ന് പറയും. നാം മുസ്ലിങ്ങളോടോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഇസ്തിഗാസ ചെയ്തോ, ഇസ്മായിൽ നബിയോട് ഇസ്തിഗാസ ചെയ്തോ, അതേപോലെ മൂസാ നബിയോട് ഇസ്തിഗാസ ചെയ്തോ, അസ്ഹാബുൽ കഹ്ഫ് എന്ന ഔലിയാക്കളോട് ഇസ്തിഗാസ ചെയ്തോ? ഇല്ല. ആ ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് പോലും ആരോടാ ഇസ്തിഗാസ? ഇദ് തസ്തഗീഥൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്യുന്ന സന്ദർഭം. ഇദ് തസ്തഗീഥൂന ഇബ്രാഹിമ എന്നല്ല, ഇദ് തസ്തഗീഥൂന നൂഹൻ എന്നല്ല, പിന്നെ ഇദ് തസ്തഗീഥൂന റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗാസ ചെയ്ത സന്ദർഭം. കേട്ടോ, അല്ലാഹുവിനോടാണ് ഇസ്തിഗാസ. അപ്പൊ ഏതിനെയാണ് മുജാഹിദുകൾ എതിർക്കുന്നത്, എതിർക്കാത്തത്? കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇനി ഞാൻ പറയട്ടെ, ആ പറഞ്ഞ കാര്യകാലബന്ധത്തിന് അപ്പുറത്തുള്ള സൃഷ്ടികളുടെ കഴിവിന്റെ പുറത്തുള്ള ആ ഒരു തേട്ടമുണ്ടല്ലോ, ആ തേട്ടം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്, ഇസ്തിഗാസ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എന്ത് പ്രയോഗിച്ചാലും ശരി, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ ആവാൻ പാടുള്ളൂ. ഇതാണ് കാര്യം. അള്ളാണോ? ഇത് അള്ളാണല്ലാതെ ആയാലോ ആകാശം ഇടിഞ്ഞിടോ ഔദ്യപ്പുണ്ടായിക്കോളുന്നില്ല. പക്ഷേ അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ട് തൗബ ചെയ്യാതെ മരിച്ചുപോയാൽ കാലാകാലവും നരകത്തിലാണ് എന്ന് മനസ്സിലാക്കണം. ഇനി അള്ളാഹു കൊടുത്ത കഴിവുണ്ടല്ലേ ചോദിക്കുന്നത് എന്നതാണ് സാധാരണ പറയാറുള്ളത്. കൊടുത്ത കഴിവുണ്ട് ചോദിച്ചാലും പ്രാർത്ഥനയാണോ? ശിർക്കാണ്. അല്ലാഹു അമ്പിയാവലിയാക്കൾ കൊടുത്ത മുഴുവത്തിന്റെ കറാമത്തിന്റെ അടിസ്ഥാനം ചോദിച്ചാൽ അത് ശിർക്കാവോ ഹാബി എന്നൊക്കെ ചോദിക്കാൻ അല്ലേ? എന്നാൽ അങ്ങനെ മുഴുവത്തങ്ങനെ കൊടുത്തിട്ടുണ്ടോ അതുപോലെ കാര്യങ്ങൾ വേറെ വിഷയം. ഞാൻ പറയട്ടെ, മുഴുവത്തിന്റെയോ കറാമത്തിന്റെയോ ഇനി കൊടുത്ത കഴിവെന്ന് പറയാം, അതിന്റെ തന്നെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാണ്. കാരണം പ്രാർത്ഥന ആരാധനയാണ്. ഒരൊറ്റ സംഗതി പറയാം, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളായ ആളുകൾ ഒരു മുശ്രിക്കുകളാണുള്ള വിഷയത്തിൽ സുന്നി മുജാഹിദ് വാദത്തെ നടത്തേണ്ട ആവശ്യമില്ലല്ലോ, ഉറപ്പാണല്ലോ. അബൂജഹൽ മുശ്രിക്കായിരുന്നോ എന്ന് സംവാദം നടത്തേണ്ടതുണ്ടോ? അതിന്റെ ആവശ്യമില്ല. അവർക്ക് എല്ലാവർക്കും അറിയാം മുശ്രിക്ക് തന്നെയാണ്. ആ മുശ്രിക്കുകള് കഅബ തവാഫ് ചെയ്യുന്ന സന്ദർഭത്തില് ഒരു തൽബിയത്ത് ചൊല്ലിയിരുന്നു. എന്താ തൽബിയത്ത്? എന്റെ ബഹുമാന രക്ഷിതാക്കളെ, സഹോദരങ്ങളെ ശരിക്കും മനസ്സിലാക്കിച്ചോ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നുണ്ട് തൽബിയത്ത്. എന്താ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ നിന്റെ വിളിക്കിതാ ഉത്തരം നൽകി ഞങ്ങൾ വന്നിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക, നിനക്ക് യാതൊരു പങ്കുകാരും ഇല്ല അല്ലാഹ്. ഇല്ലാ ശരീക, ഒരു വിഭാഗം പങ്കുകാരുണ്ട്. ഹുവലക, അവൻ സ്വന്തമായി കഴിവുള്ളവനല്ല, സ്വതന്ത്രമായി കഴിവുള്ളവനല്ല, സ്വയം പര്യാപ്തത ഉള്ളവനല്ല, സമതീയത്തിന്റെ ഉടമയല്ല. അവനെ നീയാണ് ഉടമപ്പെടുത്തുന്നത്. വമാ മലക്ക, അവർ എന്തെല്ലാം ഉടമപ്പെടുത്തിയിട്ടുണ്ടോ, ഇബ്രാഹിമിക്ക് എന്തെല്ലാം കേൾക്കാൻ സാധിക്കുമോ, എന്തെല്ലാം അറിയാൻ സാധിക്കുമോ, ഉത്തരം ചെയ്യാൻ സാധിക്കുമോ, അതെല്ലാം അല്ലാഹുവേ നീ ഉടമപ്പെടുത്തുന്ന കഴിവാണ്, നീ കൊടുത്ത കഴിവാണ്. സ്വന്തമായിട്ട് അവർക്ക് ഒന്നും ഇല്ല അല്ലാഹ്. ഇതാര് പറഞ്ഞു? മക്കത്തെ മുശ്രിക്ക്. നിങ്ങൾ ചോദിക്കും ഉസ്താദ്, അല്ല ഉസ്താദേ, ഇങ്ങനെ തെൽബിയത്ത് മുശ്രിക്കുകൾ തെൽബിയത്ത് ചെല്ലുന്നോ? ഇങ്ങനെ തെൽബിയത്ത് ഉണ്ടോ? ഇവർ മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയും, വളരെ പ്രധാനപ്പെട്ട ക്ലിപ്പുകൾ കാണാൻ. അതിനിടയ്ക്കൊരു കാര്യം സൂചിപ്പിക്കുകയാണ്. എന്ന് വിശുദ്ധ ഖുർആനിലെ ധാരാളം പ്രാർത്ഥനകളുണ്ടല്ലോ. ഈ ഏതെങ്കിലും പ്രാർത്ഥന അല്ലാഹു അല്ലാത്തവരുണ്ടോ? ഇല്ല, എല്ലാം അല്ലാഹുവിനോട്.
ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന മുതൽ എത്രയോ അമ്പിയാക്കളുടെ പ്രാർത്ഥന ഖുർആൻ പറഞ്ഞു. ഏതെങ്കിലും ഒരു പ്രാർത്ഥന അല്ലാഹു അല്ലാത്തവരുണ്ടോ? നൂഹ് നബി ആദം നബിയോട് പ്രാർത്ഥിച്ചോ? ഇല്ല. ഈസാ നബി ആദം നബിയോട് പ്രാർത്ഥിച്ചോ? ഇല്ല. അല്ലാഹുവോട് മാത്രമാണ് അവരെല്ലാം പ്രാർത്ഥിച്ചത്. അല്ലാഹുമ്മ അല്ലെങ്കിൽ റബ്ബന അല്ലെങ്കിൽ റബ്ബി എന്നിങ്ങനെ പറഞ്ഞ് അല്ലാഹുവോട് മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചു. മുജാഹിദുകൾ പറയുന്ന കൂട്ടരെ, ഈ അമ്പിയാക്കളൊക്കെ പ്രാർത്ഥിച്ച പോലെ അല്ലാഹുവോട് പ്രാർത്ഥിക്കണം. ഇത് പുത്തൻവാദാവോ? ഇത് സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കലാവോ? ഇത് 921 ശേഷം ഉണ്ടാകാവോ? പത്തപ്പിക്കാൻ പറഞ്ഞ മുജാഹിദ് പ്രസ്ഥാനത്തിന് 70 വയസ്സ്. 70 വയസ്സായിട്ടുള്ളൂ അല്ലേ? കൂട്ടരെ, ആദം നബിക്ക് എത്ര കാലം കഴിഞ്ഞു? നൂഹ് നബിക്ക് എത്ര കാലം കഴിഞ്ഞു? അമ്പിയാക്കൾക്ക് എത്ര കാലം കഴിഞ്ഞു? അവർ അല്ലാഹുവോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിച്ചോ? അല്ലാഹുവോട് മാത്രമാണ് വിളിച്ചു പ്രാർത്ഥിച്ചത്. സംഘടന തുടങ്ങിയിട്ട് കൊല്ലക്കായിട്ടുണ്ടാവുള്ളൂ. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരുണ്ടല്ലോ, സംഘടനകളല്ലേ ഞാൻ പറയുന്നത്. ഈ ആദർശത്തിന്റെ നേതാക്കന്മാരാരാ? അമ്പിയാക്കളാണ്, മുർസലീങ്ങളാണ്, ഔലിയാക്കളാണ്. അവർ അല്ലാഹുവോട് മാത്രമാണ് വിളിച്ചു പ്രാർത്ഥിച്ചത്. മുജാഹിദ് പറയുന്നത് ആ അമ്പിയാക്കൾ പ്രാർത്ഥിച്ച പോലെ അല്ലാഹുവോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണമെന്നാണ്. ഇത് പുത്തൻ വാദമല്ല, ആദം നബിയുടെ വാദമാണ്, നൂഹ് നബിയുടെ വാദമാണ്.